ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നമ്മൾ ധ്യാനത്തിനായി എടുക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായമാണ്. 16-ാം അധ്യായത്തിൻ്റെ സമാപനത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിപ്പീൻ എന്നൊക്കെ അവരെ പഠിപ്പിച്ചതിന് ശേഷം അവർ നേരിടുവാൻ പോകുന്നതായ ചില പ്രതിസന്ധികളെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകി. എന്നിട്ട് കർത്താവ് അവസാനം അവരോട് പറഞ്ഞു, ലോകത്തിന് കഷ്ടമുണ്ട്, ധൈര്യമായിരിപ്പീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവ് എങ്ങനെയാണ് ലോകത്തെ ജയിച്ചത്? സഹനത്തിലൂടെയാണ്. ആ സഹനത്തിലൂടെ നിങ്ങൾ ലോകത്തെ ജയിക്കണം എന്ന് കർത്താവ് ശിഷ്യന്മാരോട് അവിടെ അവസാനമായി പറയുന്നു. അപ്പോൾ മനുഷ്യ വിശ്വാസികളുടെ ജീവിതത്തിലുണ്ടാവുന്ന ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളും അങ്ങനെ ഉണ്ടാവേണ്ടി വരുമെന്ന് കർത്താവ് മുന്നമേ തന്നെ അറിയിച്ചിട്ടുണ്ട്. അത് ദൈവഹിതപ്രകാരം സംഭവിക്കുന്നതാണ്. കർത്താവ് ആ പ്രതിസന്ധി ഘട്ടങ്ങളെ ജയിച്ചതുപോലെ തൻ്റെ ശിഷ്യന്മാർക്കും അതിനെ അതിജീവിക്കാനും ജയിക്കാനും സാധിക്കണം. കാരണം ലോകം അവരെ വെറുക്കുന്നു. ഇതുതന്നെയാണ് ഇന്ന് നമുക്കും വിശ്വാസ സമൂഹത്തിനും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ സഹിച്ചേ മതിയാവുകയുള്ളൂ. അതിനുശേഷം അതിനുള്ളതായ സഹനശക്തി തൻ്റെ ശിഷ്യന്മാർക്ക് ലഭിക്കുന്നതിനു വേണ്ടി കർത്താവ് നടത്തുന്ന പ്രാർത്ഥനയാണ് 17-ാം അധ്യായം. ഈ 17-ാം അധ്യായം അറിയപ്പെടുന്നത് മഹാപുരോഹിത പ്രാർത്ഥന എന്നാണ്. മഹാപുരോഹിതനായ യേശുക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ 12 ശിഷ്യന്മാരെ സമർപ്പിച്ച് അവർക്ക് ധൈര്യവും ശക്തിയും അനുഗ്രഹവും ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയ പ്രാർത്ഥനയാണ് മഹാപുരോഹിത പ്രാർത്ഥന. അതാണ് ഈ 17-ാം അധ്യായം മുഴുവനും. അവരുടെ ഐക്യത്തിനു വേണ്ടി, സഹനശക്തി അവർക്ക് ലഭിക്കുന്നതിനു വേണ്ടി തന്നെ പിതാവ് മഹത്വപ്പെടുത്തിയതുപോലെ അവരെ മഹത്വപ്പെടുത്തണം. അവർ തമ്മിലുള്ളതായ ആ യൂണിറ്റിക്ക് വേണ്ടി, ആ കൂട്ടായ്മയ്ക്ക് വേണ്ടി, ത്രിത്വത്തിൻ്റെ യൂണിറ്റി എങ്ങനെയാണോ അതുപോലെ അവരുമായിരിക്കാൻ തക്കവണ്ണം അവരെ അനുഗ്രഹിക്കണമെന്നൊക്കെ നടത്തുന്ന വലിയ ശ്രേഷ്ഠമായൊരു പ്രാർത്ഥനയാണിത്. 17-ാം അധ്യായം ആരംഭിക്കുന്നത് യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിതാവേ, സമയമായിരിക്കുന്നു, പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. തൻ്റെ ക്രൂശ് മരണം ആസന്നമായിരിക്കുന്നു എന്ന് കർത്താവിനറിയാം. അപ്പം ആ ക്രൂശ് മരണമാണ് തൻ്റെ മഹത്വം. നമ്മൾ ക്രൂശ് ഒഴിവാകുന്നതാണ് ജീവിതത്തിൻ്റെ മഹത്വം എന്ന് ലോകപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രൂശ് വഹിക്കുന്നതാണ് മഹത്വം എന്ന് കർത്താവ് ഇവിടെ പറയുന്നു. കാരണം അതിൻ്റെ സമയം ആസന്നമായിരിക്കുന്നു, അവിടുന്ന് തന്നെ മഹത്വപ്പെടുത്തണം. ആ ക്രൂശ് മരണം വഹിക്കുവാൻ കർത്താവ് തയ്യാറായിരിക്കുന്നു. ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പം നിത്യജീവൻ എന്ന് പറയുന്നത് പിതാവായ ദൈവത്തെ അറിയുന്നതും പിതാവായ ദൈവം അയച്ചവനായ പുത്രനെ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് നിത്യജീവൻ്റെ അടിസ്ഥാനം. അതാണ് കർത്താവ് ഇത്രയും നാൾ ഈ 3.5 വർഷക്കാലം ശിഷ്യന്മാരെ പഠിപ്പിച്ചതൊക്കെ ഈ നിത്യജീവനെക്കുറിച്ചായിരുന്നു. അപ്പം നമ്മളും ഇന്ന് നിത്യജീവൻ അവകാശികളാകുന്നത് പിതാവായ ദൈവത്തെയും പരിശുദ്ധ ത്രിത്വത്തെ അറിയുന്നതിലൂടെയാണ്. ദൈവത്തെയും ദൈവം അയച്ച യേശുക്രിസ്തുവിനെയും ഇനി അതിനുശേഷം യേശുക്രിസ്തുവിനാൽ ഐക്യപ്പെടും എന്ന് അന്ന് യേശു പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെയും
നമ്മൾ അറിയുന്നതാണ് നമ്മുടെ നിത്യജീവൻ്റെ അടിസ്ഥാനം. എന്നിട്ട് 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആകയാൽ പിതാവേ, ലോകസ്ഥാപനത്തിനു മുൻപ് എനിക്ക് അവിടുത്തോടുകൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിലേക്ക് തന്നെ എന്നെ ഇപ്പോൾ തിരിച്ചു വിളിക്കണമേ. അതാണ് മഹത്വപ്പെടുത്തണമേ എന്ന് പറയുന്നത്. ലോകസ്ഥാപനത്തിനു മുൻപ് എന്ന് പറഞ്ഞാൽ താൻ അനാദ്യയായി പിതാവിനോടൊപ്പമായിരുന്നു എന്ന യേശുക്രിസ്തുവിൻ്റെ ആ വലിയ വെളിപ്പെടുത്തൽ താൻ തന്നെ ഇവിടെ പറയുകയാണ്. യേശു സൃഷ്ടിയാണെന്നും പിതാവിന് സമനല്ലെന്നും ഒക്കെ പിന്നീട് അറിയോസൊക്കെ പറഞ്ഞപ്പം അതിനെ ഖണ്ഡിക്കുവാൻ പിതാക്കന്മാരെടുത്ത് ഉപയോഗിച്ച് യേശു തന്നെക്കുറിച്ച് പറഞ്ഞ ഈ ഭാഗങ്ങളൊക്കെ എടുത്ത് അവർ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. അവർ അങ്ങയുടേതായിരുന്നു, അങ്ങ് അവരെ എനിക്ക് നൽകി. അതെ, തൻ്റെ ശിഷ്യന്മാരെയൊക്കെ പിതാവായ ദൈവം തനിക്ക് നൽകിയതാണെന്ന്. കാരണം അങ്ങ് എനിക്ക് നൽകിയതൊക്കെ ഞാൻ അവർക്ക് നൽകി. എന്തെന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി. അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ശിഷ്യന്മാരുടെ നിത്യജീവന അടിസ്ഥാനം അതാണ്. യേശു വെളിപ്പെടുത്തിയ പിതാവായ ദൈവത്തെയും യേശുവിനെയും അവർ വിശ്വസിച്ചു, അവനെ അനുസരിച്ചു എന്നുള്ളതാണ്. അതിൽ പറയുന്നു 9-ാം വാക്യം, ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയല്ല. അങ്ങെനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് പറയുന്നു, എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്, അങ്ങേക്കുള്ളതെല്ലാം എൻ്റേതും. അതാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ യൂണിറ്റി. പിന്നീട് പറയുന്നു, പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവർ ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. ത്രിത്വത്തിൻ്റെ യൂണിറ്റി പരസ്പരം നൽകലിലാണ്. പിതാവായ ദൈവം തന്നെ പുത്രന് നൽകുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പുത്രൻ തമ്പുരാൻ ഈ മഹാപുരോഹിത പ്രാർത്ഥന പറയുന്നു, പിതാവേ, എൻ്റേതെല്ലാം അങ്ങയുടേതാണ്. ഈ രണ്ട് നൽകലിൻ്റെ നിക്ഷേപമായി അനുഗ്രഹമായി ഇതാ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ആഗതമാവുകയാണ്. പരസ്പരം സ്വീകരിക്കുന്നതിനേക്കാൾ പരസ്പരം നൽകുന്നതിലാണ് ശ്രേഷ്ഠതയുള്ളത്. ഇതേ യൂണിറ്റിയാണ്, ബന്ധമാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ യൂണിറ്റി. ഭർത്താവ് തന്നെ ഭാര്യയ്ക്ക് നൽകുന്നു, ഭാര്യ തന്നെ ഭർത്താവിന് നൽകുന്നു. ആ രണ്ട് നൽകലിൻ്റെ നിക്ഷേപമായി അനുഗ്രഹമായി അവരിലൂടെ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി ലോകത്തേക്ക് ആഗതമാകുന്നു. ഒന്നിൽ നിന്ന് വേർപെടുത്താനാവാത്ത വിധം ഉള്ള വലിയ ബന്ധമാണ് അവിടെ. കർത്താവ് 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആ തിരുവചനം പൂർത്തിയാകത്തക്കവണ്ണം ആ നാശത്തിൻ്റെ പുത്രനല്ലാതെ ആരും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അത് യൂദോസ്കറിയത്തെക്കുറിച്ചാണല്ലോ അപ്രകാരം അവിടെ പറഞ്ഞിട്ടുള്ളത്. 14-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു, എന്നാൽ ലോകം അവരെ ദേഷിച്ചു. എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവർ ലോകത്തിൻ്റേതല്ല. ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവിടുത്തെ വചനം ഞാൻ അവർക്ക് നൽകി. ആ വചനം അവർ സ്വീകരിച്ചതോടുകൂടി അവർ ലോകത്തിൻ്റേതല്ലാതായി തീർന്നു. ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ഇപ്പോൾ ലോകത്തിൻ്റേതല്ല. അതുകൊണ്ട് ലോകം അവരെ വെറുക്കും, ലോകം അവരെ ദേഷിക്കും. പക്ഷേ അതുവരിൽ നിന്ന് പിതാവേ, അവിടുന്ന് അവർക്ക് സംരക്ഷണം നൽകണം.
എന്ന് പറഞ്ഞാൽ പൈശാചിക പ്രകോപനങ്ങളിൽ നിന്നൊക്കെ അവരെ കാത്ത് സംരക്ഷിച്ചു കൊള്ളണമേ എന്നുള്ള ആ വലിയ പ്രാർത്ഥനയാണ് കർത്താവ് ഇവിടെ ഇപ്പോൾ നടത്തുന്നത്. നമ്മളും എന്നും കർത്തൃപ്രാർത്ഥനയിലും കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതാണല്ലോ, പൈശാചിക പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണം. അപ്പോൾ ഇതാണ് കർത്താവ് യേശുക്രിസ്തു ഇപ്പോഴും പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണിത്. നമ്മൾ കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞ നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് നൽകിയെന്നാണ്. വചനം എന്ന് പറയുന്നത് ഒന്ന് ക്രിസ്തു തന്നെയാണ്, രണ്ട് ആ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളാണ്, പിതാവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. അതാണ് വലിയ വെളിച്ചമായി ഈ ഭൂമിയിൽ നമ്മളെ ഇന്ന് വഴി നടത്തേണ്ടത്. 17 വാക്യത്തിൽ വായിക്കുന്നു, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്തിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ സത്യമെന്ന് പറയുന്നത് അവിടുത്തെ വചനമാണ്. അപ്പോൾ അവരെ ശുദ്ധീകരിക്കേണ്ടത് ആ വചനത്താലാണ്. പ്രിയമുള്ളവരെ, നമ്മളും ഇന്ന് ശുദ്ധീകരിക്കപ്പെടുന്നത് ആ വചനമായ കർത്താവ് പറഞ്ഞ വചനം, അത് നമ്മളിന്ന് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മളും ആ വിശുദ്ധിയുടെ ഭാഗമായി മാറ്റപ്പെടുകയാണ്. നമ്മിലെ അന്ധകാരത്തെ ദൂരീകരിക്കുന്ന വലിയ വെളിച്ചമാണ് ഈ വചനം. അതുകൊണ്ടാണ് 119 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടിയത്, നിൻ്റെ വചനം എൻ്റെ പാതകൾക്ക് വിളക്കാണ്, ഊടുവഴികൾക്ക് പ്രകാശമാണെന്ന് പ്രാർത്ഥിച്ചതും അതുകൊണ്ട് തന്നെയാണ്. 20 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഭാവിയിൽ ശിഷ്യന്മാർ അയക്കുന്നതായ അല്ലെങ്കിൽ ശിഷ്യന്മാർ നൽകുന്ന വചനത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി, സകല ലോകത്തിനും വേണ്ടിയുള്ള കർത്താവിൻ്റെ ഒരു വലിയ പ്രാർത്ഥന ഇനി ആരംഭിക്കുകയാണ്. അപ്പം നമ്മൾ ആ വചനം സ്വീകരിക്കുമ്പോൾ, കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, കർത്താവ് തന്നെ നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതാണ് ആ വലിയ മഹാപുരോഹിത പ്രാർത്ഥന. അവരെങ്ങനെയാണ് അവരുടെ യൂണിറ്റി? പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങിലുമായിരിക്കുന്ന പോലെ അവർ നമ്മിൽ ആയിരിക്കുന്നതിന്. അതാണ് ഞാൻ പറഞ്ഞത്, വേർപെടുത്താനാവാത്ത ഒരു വലിയ ത്രിത്വത്തിൻ്റെ യൂണിറ്റി. ആ ഒരുമയിലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹവും പരിശുദ്ധാത്മാവും നമ്മിലിറങ്ങി വസിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ പെന്തിക്കോസ്ത് ദിവസം അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നത്, അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേലിറങ്ങി ആവശ്യിച്ചെന്നാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രാർത്ഥിച്ചപ്പോഴല്ല, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക. ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ ഫലമില്ലെന്നല്ല, അതിനേക്കാൾ ശക്തിയാണ് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് കർത്താവ് പിന്നീട് പറയുന്നത്, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ ഞാൻ അവരുടെ നടുവിലുണ്ടാവും. ആ യൂണിറ്റി, ആ ഐക്യത, അതാണ് എപ്പോഴും ത്രിത്വത്തിൻ്റെ യൂണിറ്റിയാണ് മനുഷ്യനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. 22 വാക്യത്തിൽ പറഞ്ഞു, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്കും ഞാൻ നൽകിയിരിക്കുന്നു. അങ്ങനെ പ്രാപിച്ചതൊക്കെ ഞാൻ അവർക്ക് നൽകുകയാണ്, അവർ നമ്മളെ പോലെ ആകാൻ വേണ്ടി. അല്ലാതെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശു തമ്പുരാൻ ഭൗതികമായി എന്തെങ്കിലും അവർക്ക് കിട്ടുന്നതിന് വേണ്ടി ഈ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഒന്നും പ്രാർത്ഥിക്കുന്നില്ല. നമ്മൾ വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതെല്ലാം നമ്മുടെ ശാരീരികവും മാനസികവുമായ ആവശ്യങ്ങളെ പ്രതിയാണ്. ആത്മീയ ആവശ്യങ്ങളെ പ്രതി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഇവിടെ യേശു തമ്പുരാൻ്റെ പ്രാർത്ഥന, ഈ മഹാപുരോഹിത പ്രാർത്ഥന മുഴുവൻ പൈശാചിക പ്രലോഭനങ്ങളിൽ നിന്ന് അവർ സംരക്ഷിക്കപ്പെട്ട്, അവർ ഒരുമനപ്പെട്ട്
ഐക്യതയിൽ കഴിയുന്നതിന് വേണ്ടിയാണ്. അതിനാണ് കർത്താവ് വചനം നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാർത്ഥന വളരെയേറെ ആഴമേറിയ പ്രാർത്ഥനയാണ്. ഇതിൻ്റെ ഓരോ വചനങ്ങളും ദൈവശാസ്ത്രപരമായും വേദശാസ്ത്രപരമായും ഒരുപാട് അർത്ഥസമ്പുഷ്ടമായ വാക്കുകളാണ്. ഇരുപത്തിനാലാം വാക്യം, പിതാവേ, ലോകസ്ഥാപനത്തിനു മുൻപ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങയുടെ മഹത്വത്തിലേക്ക് വരുന്നത് പോലെ ഇവരും ആ മഹത്വത്തിലേക്ക് പിന്നീട് വരാൻ കാരണമാകണം. ആ പ്രാർത്ഥന മുഴുവൻ സ്വർഗത്തിലേക്കുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അവരെയും തന്നോടൊപ്പം മഹത്വപ്പെടുത്തണം. കാരണം സ്ത്രീത്വം പിതാവും പുത്രനും നമ്മളെങ്ങനെയായിരിക്കുന്നു അതുപോലെ അവരും തമ്മിൽ ഒന്നാകണം. ഇതാണ് ദൈവത്തിൻ്റെ വലിയ ആഗ്രഹം, അല്ലാതെ മറ്റൊന്നുമല്ല. ഇത് തിരിച്ചറിഞ്ഞ പിതാക്കന്മാരാണ് നമ്മൾ നേരത്തെ പാടി ലോകം താത സഹോദര ജാതി തറവാടൊക്കെ ഉപേക്ഷിച്ച് മരിച്ചാൽ മതിയെന്ന് ആഗ്രഹിച്ച് ദൈവത്തോടൊപ്പമായിരിക്കുന്ന ആ വലിയ സന്തോഷം, അതിൻ്റെ ഒരു ചെറിയ സൂചനയായിരുന്നു താബോർ മലയിൽ വെച്ച് ശിഷ്യന്മാർക്ക് കർത്താവ് നൽകിയ തൻ്റെ തേജസ്കരണം. മോശയും ഏലിയാവും ഒക്കെ യേശുവിനെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീഹന്മാർ കണ്ടു. പത്രോസും യാക്കോബും യോഹന്നാനും കണ്ടു. ആ സന്തോഷം അനുഭവിച്ചവനായ പത്രോസാന്ന് പറഞ്ഞ് നമുക്കിനി താഴ്വരയിലേക്ക് പോകേണ്ട, 3 കുടിൽ ഇവിടെ ഉണ്ടാക്കാം, സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കാമെന്നൊക്കെ പറഞ്ഞ അപ്പോഴാണ്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ അവർക്ക് സമൃദ്ധമായ ഭക്ഷണമോ വലിയ ഭവനങ്ങളോ ആഡംബരമായ രീതിയിലുള്ള ജീവിത സൗകര്യങ്ങളോ ഒന്നും ലഭിച്ചില്ല. പക്ഷെ അവർ അനുഭവിച്ചൊരു വലിയ ആത്മസന്തോഷമുണ്ട് അവിടെ. ആ സന്തോഷമാണ് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ആ അനുഭവത്തിലേക്ക് നമുക്കുണ്ടാകണമേ എന്നാണ് നമ്മൾ വാസ്തവത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. അതെപ്പോഴാണ്? ദൈവത്തിൻ്റെ വചനം നമ്മിൽ വസിക്കുമ്പോൾ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നമ്മളൊക്കെ ഇത് വായിച്ചു വിടുകയാണ്. വചനം നമ്മിൽ വസിക്കണമെന്ന് പറഞ്ഞാൽ ക്രിസ്തു തന്നെ, ദൈവം തന്നെ നമ്മിൽ വസിക്കണമെന്നാണ്. ഈ കർത്താവിൻ്റെ ഈ മഹാപുരോഹിത പ്രാർത്ഥന വളരെയേറെ ലോകപ്രശസ്തമായ ഒരു പ്രാർത്ഥനയാണ്. താനും പിതാവും എങ്ങനെയായിരിക്കുന്നുവോ ആയതുപോലെ ശിഷ്യന്മാർ തന്നോടൊപ്പമായിരിക്കണം. അങ്ങനെയാകും എന്ന് കർത്താവ് അതുകൊണ്ടാണ് മുന്നമേ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പിന്നെ വരും, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ ഇരുത്തുമെന്ന് കർത്താവ് ഇതിനു മുമ്പ് അവരോട് പറഞ്ഞതുകൊണ്ടാണ്. ഇതാണ് ഇന്നും ദൈവസന്നിധിയിൽ കർത്താവിനെ നമുക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ളത്. അപ്പം ദൈവമേ, ആ ഒരു വലിയ ആത്മസന്തോഷത്തിന് ഞങ്ങളെ മുഖാന്തരമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ആ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി ദൈവമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ വായിക്കുന്ന ധ്യാനിക്കുന്ന വചനം അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം ഈ മഹാപുരോഹിത പ്രാർത്ഥന 2-3 പ്രാവശ്യമെങ്കിലും വായിച്ച് ധ്യാനിക്കുന്നതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.